ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ. അതിനു മുമ്പ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ലോക മലാല ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 12. ലോക മലാല ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ജൂലൈ 12. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? കുമാരനാശാൻ. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? കുമാരനാശാൻ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്ര. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആഗ്ര. മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നം. മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നം. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാരാണ്? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാരാണ്? മന്നത്ത് പത്മനാഭൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VD ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VD ഭട്ടതിരിപ്പാട്. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത്? ശ്രീനാരായണ ഗുരു. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആസാം. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാർ. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാർ. മൺസൂൺ എന്ന പദം ഉണ്ടായത് ഏതു ഭാഷയിൽ നിന്ന്? അറബി. മൺസൂൺ എന്ന പദം ഉണ്ടായത് ഏതു ഭാഷയിൽ നിന്ന്? അറബി. ചിലിയിലെ ഏറ്റവും വലിയ പ്രവിശ്യയ്ക്ക് ഏത് നാവികൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? മഗല്ലൻ. ചിലിയിലെ ഏറ്റവും വലിയ പ്രവിശ്യയ്ക്ക് ഏത് നാവികൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? മഗല്ലൻ. താഴെ തന്നിരിക്കുന്നതിൽ കൃഷ്ണ നദിയുടെ പോഷക നദി ഏതാണ്? തുംഗഭദ്ര. താഴെ തന്നിരിക്കുന്നതിൽ കൃഷ്ണ നദിയുടെ പോഷക നദി ഏതാണ്? തുംഗഭദ്ര. വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം? ജയ്പൂർ. വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം? ജയ്പൂർ. ധനതത്വ ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ? അമർത്യ സെൻ. ധനതത്വ ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ
അമർത്ത സെൻ. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു. സൂറത്ത് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വതനിരയുടെ പേര്? പശ്ചിമഘട്ടം. സൂറത്ത് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വതനിരയുടെ പേര് പശ്ചിമഘട്ടം. സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ചു കടക്കുന്നത് എപ്പോഴൊക്കെയാണ്? മാർച്ച്, സെപ്റ്റംബർ. സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ചു കടക്കുന്നത് എപ്പോഴൊക്കെയാണ്? മാർച്ച്, സെപ്റ്റംബർ. അഭിനവ് ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. അഭിനവ് ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകിയത്? മഹാത്മാഗാന്ധി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകിയത്? മഹാത്മാഗാന്ധി. ഭാരതം വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. ഭാരതം വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്? CV രാമൻപിള്ള. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്? CV രാമൻപിള്ള. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ? സർ C ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ? സർ C ശങ്കരൻ നായർ. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809 ജാനുവരി 11. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809 ജാനുവരി 11. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ഹിമാലയൻ നദികളിൽ പെടാത്തതേത്? കാവേരി. ഹിമാലയൻ നദികളിൽ പെടാത്തതേത്? കാവേരി. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. 1964. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1964. സൗരയൂഥത്തിൽ ഏകദേശം എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്? 200-ലധികം. സൗരയൂഥത്തിൽ ഏകദേശം എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്? 200-ലധികം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധനും ശുക്രനും. ശനി ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 82. ശനി ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 82. ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം വ്യാഴമാണ്. ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 79. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 79.
ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നത് ആരാണ്? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നത് ആര്? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഒരേയൊരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമിയാണ്. ഒരേയൊരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി. ഭൂമിയുടെ ഈ അയൽഗ്രഹത്തിന് 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ഏതാണ് ആ ഗ്രഹം? ചൊവ്വ. ഭൂമിയുടെ ഈ അയൽഗ്രഹത്തിന് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഏതാണ് ആ ഗ്രഹം? ചൊവ്വ. നെപ്റ്റ്യൂണിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 14. നെപ്റ്റ്യൂണിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 14. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ചന്ദ്രൻ. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ചന്ദ്രൻ. സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പ്രധാനമായും വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഏതാണ് ആ ഗ്രഹം? യുറാനസ്. സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പ്രധാനമായും വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഏതാണ് ആ ഗ്രഹം? യുറാനസ്. ഒരു ഇംഗ്ലീഷ് കവിയുടെ കവിതയിൽ നിന്ന് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളായ ബെലിൻഡെ, ഏരിയൽ എന്നിവയ്ക്ക് പേര് ലഭിച്ചത് കവി ആരാണ്? അലക്സാണ്ടർ പോപ്പ്. ഒരു ഇംഗ്ലീഷ് കവിയുടെ കവിതയിൽ നിന്നാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളായ ബെലിൻഡ, ഏരിയൽ എന്നിവയ്ക്ക് പേര് ലഭിച്ചത്. കവി ഏതാണ്? അലക്സാണ്ടർ പോപ്പ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഫോബസ്? ചൊവ്വ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഫോബസ്? ചൊവ്വ. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ്. ചൊവ്വയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഡീമോസ്. ചൊവ്വയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഡീമോസ്. അമേരിക്കക്കാരനായ ഒരു വാന നിരീക്ഷകനാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് അസാഫ് ഹാൾ. അമേരിക്കക്കാരനായ ഒരു വാന നിരീക്ഷകനാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് അസാഫ് ഹാൾ. അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ വർഷം 1877. അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ വർഷം 1877. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഡീമോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്? വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്? വ്യാഴം. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 27. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 27. ഒരു ഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് ഈ ഗ്രഹം? വ്യാഴം. ഒരു ഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് ഈ ഗ്രഹം? വ്യാഴം. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യുറേപ്പ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. ആരാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്? ഗലീലിയോ ഗലീലി. ആരാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്? ഗലീലിയോ ഗലീലി. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഉപഗ്രഹം കാലിസ്റ്റോ. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഉപഗ്രഹം കാലിസ്റ്റോ. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹം അയോ. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹം അയോ. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യുറോഷ. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യൂറോപ്പ. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം അയോ. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം അയോ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് പ്രോമെത്തീസ്? ശനി.
ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് പ്രോമെത്തീസ്? ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം റിയ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം റിയ. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ അകപ്പാളികളിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയവ ഏതൊക്കെ? എൻലാഡ്, ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ അകപ്പാളികളിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഏതൊക്കെ? എൻസലാഡ്, ടൈറ്റൻ. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈഗൻസ്. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈഗൻസ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ സാന്ദ്രതയേറിയ അന്തരീക്ഷമുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ സാന്ദ്രത ഏറിയ അന്തരീക്ഷമുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിരാൻഡ? യുറാനസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിരാൻഡ? യുറാനസ്. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. ട്രിറ്റൺ ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. ഏതാണ് ഗ്രഹം? നെപ്റ്റ്യൂൺ. ട്രിറ്റൺ ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. ഏതാണ് ഗ്രഹം? നെപ്റ്റ്യൂൺ. ചിഹ്നഗ്രഹമായ പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഷാരൺ. ചിഹ്നഗ്രഹമായ പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഷാരൺ. ഷാരണിനെ കണ്ടെത്തിയതാരാണ്? ജെയിംസ് ക്രിസ്റ്റി. ഷാരണിനെ കണ്ടെത്തിയതാര്? ജെയിംസ് ക്രിസ്റ്റി. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ചന്ദ്രനുള്ളത്? 5. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ചന്ദ്രനുള്ളത്? 5. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം 38,400 കിലോമീറ്റർ. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം 38,400 കിലോമീറ്റർ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഏതാണ്ട് 1.26 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഏതാണ്ട് 1.26 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ചന്ദ്രൻ്റെ വ്യാസം എത്ര? ഏതാണ്ട് 3475 കിലോമീറ്റർ. ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ്? ഏതാണ്ട് 3475 കിലോമീറ്റർ. ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 1/6 അനുഭവപ്പെടൂ. ശരിയോ തെറ്റോ? ശരി. ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 1/6 അനുഭവപ്പെടൂ. ശരിയോ തെറ്റോ? ശരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയത് എന്നാണ്? 1969 ജൂലൈ 20. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയത് 1969 ജൂലൈ 20. ഭാർഗവി, ദയ എന്നീ നദികൾ ഇന്ത്യയിലെ ഏത് തടാകത്തെയാണ് ജലസമ്പന്നമാക്കുന്നത്? ചിൽക്ക തടാകം. ഭാർഗവി, ദയ എന്നീ നദികൾ ഇന്ത്യയിലെ ഏത് തടാകത്തെയാണ് ജലസമ്പന്നമാക്കുന്നത്? ചിൽക്ക തടാകം. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, ബീക്കൺ ദ്വീപ് തുടങ്ങിയവ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, ബീക്കൺ ദ്വീപ് തുടങ്ങിയവ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം. തണ്ണീർത്തട പ്രാധാന്യമുള്ള പ്രദേശങ്ങൾക്കായുള്ള റാംസാർ സൈറ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തടാകം ഏതാണ്? ചിൽക്ക തടാകം. തണ്ണീർത്തട പ്രാധാന്യമുള്ള പ്രദേശങ്ങൾക്കായുള്ള റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തടാകം ഏതാണ്? ചിൽക്ക തടാകം.
ഒഡീഷയിലെ പ്രശസ്ത പക്ഷി സംരക്ഷണ കേന്ദ്രമായ നൽബാന ബേർഡ് സാങ്ച്വറി ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? ചിൽക്ക തടാകം. ഒഡീഷയിലെ പ്രശസ്ത പക്ഷി സംരക്ഷണ കേന്ദ്രമായ നൽബാന ബേർഡ് സാങ്ച്വറി ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ്? വേമ്പനാട്ട് തടാകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ്? വേമ്പനാട്ട് തടാകം. കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം? ദാൽ തടാകം. കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം ദാൽ തടാകം. ദാൽ തടാകത്തിൽ വിശിഷ്യ ഉപയോഗത്തിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ കാശ്മീരിൻ്റെ സാംസ്കാരിക ചിഹ്നമായ ബോട്ട് ഏതാണ്? ഷിക്കാറ. ദാൽ തടാകത്തിൽ വിശിഷ്യ ഉപയോഗത്തിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ കാശ്മീരിൻ്റെ സാംസ്കാരിക ചിഹ്നമായ ബോട്ട് ഏതാണ്? ഷിക്കാറ. ദാൽ തടാകത്തിലെ ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാദ്. ദാൽ തടാകത്തിലെ ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാദ്. ദാൽ തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ജഹാംഗീർ തൻ്റെ പത്നിക്കായി ഒരുക്കിയ മുഗൾ ഗാർഡൻ ഏതാണ്? ഷാലിമാർ ബാഗ്. ദാൽ തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ജഹാംഗീർ തൻ്റെ പത്നിക്കായി ഒരുക്കിയ മുഗൾ ഗാർഡൻ ഏതാണ്? ഷാലിമാർ ബാഗ്. ചിന്നാർ മരത്തിൻ്റെ സാന്നിധ്യത്താൽ പ്രശസ്തമായ ചാർ ചിന്നാർ എന്നറിയപ്പെടുന്ന റോബാലങ്ക് ദ്വീപ് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. ചിന്നാർ മരത്തിൻ്റെ സാന്നിധ്യത്താൽ പ്രശസ്തമായ ചാർ ചിന്നാർ എന്നറിയപ്പെടുന്ന റോപ്പാലങ്ക് ദ്വീപ് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. ഏത് തടാകത്തെയാണ് പുരാണങ്ങളിൽ മഹാപദ്മസർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? വൂളാർ തടാകം. ഏത് തടാകത്തെയാണ് പുരാണങ്ങളിൽ മഹാപദ്മസർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? വൂളാർ തടാകം. 14-ാം നൂറ്റാണ്ടിലെ കാശ്മീർ ഭരണാധികാരിയായിരുന്ന സൈനുൽ അബ്ദിൻ വൂളാർ തടാകത്തിൻ്റെ നടുവിൽ നിർമ്മിച്ച കൃത്രിമ ദ്വീപ് ഏതാണ്? സൈനാലങ്ക്. 14-ാം നൂറ്റാണ്ടിലെ കാശ്മീർ ഭരണാധികാരിയായിരുന്ന സൈനുൽ അബ്ദിൻ വൂളാർ തടാകത്തിൻ്റെ നടുവിൽ നിർമ്മിച്ച കൃത്രിമ ദ്വീപ് സൈനാലങ്ക്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക് തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് തടാകം. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത്? മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എലിമെൻ്ററി സ്കൂൾ ആരംഭിച്ചത് ഏത് തടാകത്തിൽ? ലോക്തക് തടാകം. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എലിമെൻ്ററി സ്കൂൾ ആരംഭിച്ചത് ഏത് തടാകത്തിലാണ്? ലോക്തക് തടാകം. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. മണിപ്പൂരിൻ്റെ സംസ്ഥാന മൃഗത്തിൻ്റെ ഏക പ്രകൃതിദത്ത ആവാസ കേന്ദ്രമാണ് ലോക്തക്കിലെ കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ഏതാണീ മൃഗം? സംഗായി. മണിപ്പൂരിൻ്റെ സംസ്ഥാന മൃഗത്തിൻ്റെ ഏക പ്രകൃതിദത്ത ആവാസ കേന്ദ്രമാണ് ലോക്തക്കിലെ കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ഏതാണീ മൃഗം? സംഗായി. ഏത് ഇന്ത്യൻ നഗരമാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത്? ഉദയ്പൂർ. ഏത് ഇന്ത്യൻ നഗരമാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത്? ഉദയ്പൂർ. ജയ് നിവാസ് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഉദയ്പൂരിലെ താജ് ലേക്ക് പാലസ് ഏത് തടാകത്തിലാണ്? പിച്ചോല തടാകം. ജഗ് നിവാസ് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഉദയ്പൂരിലെ താജ് ലേക്ക് പാലസ് ഏത് തടാകത്തിലാണ്? പിച്ചോല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് ജല തടാകം ഏതാണ്?
സാമ്പാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് ജല തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള ഇന്ത്യൻ തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള ഇന്ത്യൻ തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട മഹാരാഷ്ട്രയിലെ തടാകം ഏതാണ്? ലോണാർ തടാകം. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട തടാകം ഏതാണ്? ലോണാർ തടാകം. ലിറ്റിൽ ലോണാർ, ചോട്ടാ ലോണാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ബുൾദാന ജില്ലയിലെ തടാകം ആംബാർ തടാകം. ലിറ്റിൽ ലോണാർ, ചോട്ടാ ലോണാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ബുൾദാന ജില്ലയിലെ തടാകം ആംബർ തടാകം. ഉത്തരാഖണ്ഡിലെ ഏത് തടാകമാണ് സ്കെൽട്ടൺ തടാകം അഥവാ അസ്ഥി തടാകം എന്നറിയപ്പെടുന്നത്? രൂപകുണ്ട് തടാകം. ഉത്തരാഖണ്ഡിലെ ഏത് തടാകമാണ് സ്കെൽട്ടൺ തടാകം അഥവാ അസ്ഥി തടാകം എന്നറിയപ്പെടുന്നത്? രൂപകുണ്ട് തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ദ്വീപ് ഏത് തടാകത്തിലാണ്? ഹെബ്ബെ ഡോഡി തടാകം, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ദ്വീപ് ഏത് തടാകത്തിലാണ്? ഹെംബെ ഗോഡി തടാകം, ബാംഗ്ലൂർ. ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? സലീം അലി തടാകം. ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? സലീം അലി തടാകം. ഭോപ്പാലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യകാലത്ത് അപ്പർ ലേക്ക്, ബഡാ തലാബ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഫോജ് രാജാവിൻ്റെ സ്മരണ നിലനിർത്തുന്ന തടാകം ഏതാണ്? ഫോജ് താൽ. ഭോപ്പാലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യകാലത്ത് അപ്പർ ലേക്ക്, ബഡാ തലാബ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഫോജ് രാജാവിൻ്റെ സ്മരണ നിലനിർത്തുന്ന തടാകം ഏതാണ്? ഫോജ് താൽ. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു. ഇന്ത്യയിലെ ആദ്യത്തെ പെലിക്കൺ ഫെസ്റ്റിവലിന് ആതിഥ്യം വഹിച്ച അടബക്ക പക്ഷി സങ്കേതം ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? കൊല്ലേരു. ഇന്ത്യയിലെ ആദ്യത്തെ പെലിക്കൺ ഫെസ്റ്റിവലിന് ആതിഥ്യം വഹിച്ച അടബക പക്ഷി സങ്കേതം ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? കൊല്ലേരു. ഇബ്രാഹിം ഖുലി ഖുതബ് ഷാ നിർമ്മിച്ച ഏത് തടാകമാണ് സൂഫി സന്യാസിയായ ഹുസൈൻ ഷാ വാലിയുടെ സ്മരണ നിലനിർത്തുന്നത്? ഹുസൈൻ സാഗർ തടാകം. ഇബ്രാഹിം ഖുലി ഖുതബ് ഷാ നിർമ്മിച്ച ഏത് തടാകമാണ് സൂഫി സന്യാസിയായ ഹുസൈൻ ഷാ വാലിയുടെ സ്മരണ നിലനിർത്തുന്നത്? ഹുസൈൻ സാഗർ തടാകം. ഇരട്ട നഗരങ്ങളെന്ന് അറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗർ തടാകം. ഇരട്ട നഗരങ്ങളെന്ന് അറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗർ തടാകം. ഹൈദരാബാദ് നിസാമായിരുന്ന ഓസ്മാൻ അലി ഖാൻ്റെ പേരിലുള്ള ഏത് തടാകമാണ് ഗാന്ധിപ്പേട്ട് തടാകം എന്നുകൂടി അറിയപ്പെടുന്നത്? ഓസ്മാൻ സാഗർ തടാകം. ഹൈദരാബാദ് നിസാമായിരുന്ന ഓസ്മാൻ അലി ഖാൻ്റെ പേരിലുള്ള ഏത് തടാകമാണ് ഗാന്ധിപ്പേട്ട് തടാകം എന്നുകൂടി അറിയപ്പെടുന്നത്? ഓസ്മാൻ സാഗർ തടാകം. ഓസ്മാൻ സാഗർ തടാകത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മിർ ഉസ്മാൻ അലി ഖാൻ്റെ ഇളയ പുത്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ഹിമായത്ത് സാഗർ.
ഓസ്മാൻ സാഗർ തടാകത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മിർ ഉസ്മാൻ അലി ഖാൻ്റെ ഇളയ പുത്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകമേതാണ്? ഹിമായത്ത് സാഗർ. 60 തടാകങ്ങളുടെ നാട് എന്നർത്ഥത്തിൽ ചക്ത എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമേതാണ്? നൈനിറ്റാൾ. 60 തടാകങ്ങളുടെ നാട് എന്നർത്ഥത്തിൽ ചക്ത എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം നൈനിറ്റാൾ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശം നൈനിറ്റാൾ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശം നൈനിറ്റാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൻവർതാൽ, ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൻവർതാൽ, ബീഹാർ. ആസാം ചീഫ് കമ്മീഷണറായിരുന്ന സർ വില്യം വാർഡിൻ്റെ സ്മരണാർത്ഥം കുതിരക്കുളമ്പിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട വാർഡ്സ് ലേക്ക് എവിടെയാണ്? ഷില്ലോങ്. ആസാം ചീഫ് കമ്മീഷണറായിരുന്ന സർ വില്യം വാർഡിൻ്റെ സ്മരണാർത്ഥം കുതിരക്കുളമ്പിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട വാർഡ്സ് ലേക്ക് എവിടെയാണ്? ഷില്ലോങ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഗുജറാത്തിലെ ഏത് തടാകത്തിൻ്റെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്? കങ്കാരിയ തടാകം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഗുജറാത്തിലെ ഏത് തടാകത്തിൻ്റെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്? കങ്കാരിയ തടാകം. ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ്? മേഘാലയ. ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ്? മേഘാലയ. ഏറെ വിശുദ്ധമായ രാജസ്ഥാനിലെ ഏത് തടാകമാണ് തീർത്ഥരാജ് എന്നറിയപ്പെടുന്നത്? പുഷ്കർ തടാകം. ഏറെ വിശുദ്ധമായ രാജസ്ഥാനിലെ ഏത് തടാകമാണ് തീർത്ഥരാജ് എന്നറിയപ്പെടുന്നത്? പുഷ്കർ തടാകം. സ്നേക്ക് മൗണ്ടൻ എന്നും അറിയപ്പെടുന്ന നാഗ് പഹാർ അജ്മീർ നഗരത്തെ ഏത് തടാകത്തിൽ നിന്നും വേർതിരിക്കുന്നു? പുഷ്കർ തടാകം. സ്നേക്ക് മൗണ്ടൻ എന്നും അറിയപ്പെടുന്ന നാഗ് പഹാർ അജ്മീർ നഗരത്തെ ഏത് തടാകത്തിൽ നിന്നും വേർതിരിക്കുന്നു? പുഷ്കർ തടാകം. ഏത് നഗരത്തെ സൗന്ദര്യവൽക്കരിക്കാൻ നിർമ്മിച്ച അപ്പർ ലേക്കിനെയും ലോവർ ലേക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാലമാണ് പുൽ പുഗ്ദ? ഭോപ്പാൽ. ഏത് നഗരത്തെ സൗന്ദര്യവൽക്കരിക്കാൻ നിർമ്മിച്ച അപ്പർ ലേക്കിനെയും ലോവർ ലേക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാലമാണ് പുൽ പുഗ്ദ? ഭോപ്പാൽ. ഏത് തടാകത്തെയാണ് ശ്രീഹരിക്കോട്ട ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നത്? പുലിക്കാട്ട് തടാകം. ഏത് തടാകത്തെയാണ് ശ്രീഹരിക്കോട്ട ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നത്? പുലിക്കാട്ട് തടാകം. മൗണ്ട് അബുവിലെ ഏത് തടാകത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി 12 നിമജ്ജനം ചെയ്യുകയും ഗാന്ധിഗഡ് നിർമ്മിക്കുകയും ചെയ്തത്? നക്കി തടാകം. മൗണ്ട് അബുവിലെ ഏത് തടാകത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി 12 നിമജ്ജനം ചെയ്യുകയും ഗാന്ധിഘട്ട് നിർമ്മിക്കുകയും ചെയ്തത്? നക്കി തടാകം. ഡിംന, ജൂബിലി, ഹഡ്കോ തുടങ്ങിയ തടാകങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഡിംന, ജൂബിലി, ഹഡ്കോ തുടങ്ങിയ തടാകങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ശിവാലിക് കുന്നിൻ്റെ താഴ്വരയിൽ റോക്ക് ഗാർഡന് സമീപത്തായുള്ള ഏത് തടാകത്തിലാണ് ദ ഗാർഡൻ ഓഫ് സൈലൻസ് എന്ന ധ്യാന കേന്ദ്രമുള്ളത്? സുഖ്ന തടാകം. ശിവാലിക് കുന്നിൻ്റെ താഴ്വരയിൽ റോക്ക് ഗാർഡന് സമീപത്തായുള്ള ഏത് തടാകത്തിലാണ്? ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ. അതിനു മുമ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ലോക മലാല ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 12. ലോക മലാല ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ജൂലൈ 12. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും
സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചതാരാണ്? അയ്യങ്കാളി. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? കുമാരനാശാൻ. SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? കുമാരനാശാൻ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്ര. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആഗ്ര. മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നം. മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നം. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാരാണ്? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാരാണ്? മന്നത്ത് പത്മനാഭൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VD ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VD ഭട്ടതിരിപ്പാട്. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത്? ശ്രീനാരായണ ഗുരു. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആസാം. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാർ. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാർ. മൺസൂൺ എന്ന പദം ഉണ്ടായത് ഏതു ഭാഷയിൽ നിന്ന്? അറബി. മൺസൂൺ എന്ന പദം ഉണ്ടായത് ഏതു ഭാഷയിൽ നിന്ന്? അറബി. ചിലിയിലെ ഏറ്റവും വലിയ പ്രവിശ്യയ്ക്ക് ഏത് നാവികൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? മഗല്ലൻ. ചിലിയിലെ ഏറ്റവും വലിയ പ്രവിശ്യയ്ക്ക് ഏത് നാവികൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്? മഗല്ലൻ. താഴെ തന്നിരിക്കുന്നതിൽ കൃഷ്ണ നദിയുടെ പോഷക നദി ഏതാണ്? തുംഗഭദ്ര. താഴെ തന്നിരിക്കുന്നതിൽ കൃഷ്ണ നദിയുടെ പോഷക നദി ഏതാണ്? തുംഗഭദ്ര. വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം? ജയ്പൂർ. വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം? ജയ്പൂർ. ധനതത്വശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ? അമർത്യ സെൻ. ധനതത്വശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു. സൂറത്ത് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വതനിരയുടെ പേര്? പശ്ചിമഘട്ടം. സൂറത്ത് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വതനിരയുടെ പേര് പശ്ചിമഘട്ടം. സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ചു കടക്കുന്നത് എപ്പോഴൊക്കെയാണ്? മാർച്ച്, സെപ്റ്റംബർ.
സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ച് കടക്കുന്നത് എപ്പോഴൊക്കെയാണ്? മാർച്ച്, സെപ്റ്റംബർ. അഭിനവ് ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. അഭിനവ് ബിന്ദ്ര ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകിയത്? മഹാത്മാഗാന്ധി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകിയത്? മഹാത്മാഗാന്ധി. ഭാരതം വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. ഭാരതം വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്? CV രാമൻപിള്ള. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്? CV രാമൻപിള്ള. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ? സർ C ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ? സർ C ശങ്കരൻ നായർ. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809 ജാനുവരി 11. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809 ജാനുവരി 11. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ഹിമാലയൻ നദികളിൽ പെടാത്തതേത്? കാവേരി. ഹിമാലയൻ നദികളിൽ പെടാത്തതേത്? കാവേരി. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. 1964. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1964. സൗരയൂഥത്തിൽ ഏകദേശം എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്? 200-ലധികം. സൗരയൂഥത്തിൽ ഏകദേശം എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്? 200-ലധികം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധനും ശുക്രനും. ശനി ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 82. ശനി ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 82. ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം വ്യാഴമാണ്. ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 79. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 79. ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നത് ആരാണ്? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നത് ആര്? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഒരേയൊരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമിയാണ്. ഒരേയൊരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി. ഭൂമിയുടെ ഈ അയൽഗ്രഹത്തിന് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഏതാണ് ആ ഗ്രഹം? ചൊവ്വ. ഭൂമിയുടെ ഈ അയൽഗ്രഹത്തിന് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഏതാണ് ആ ഗ്രഹം? ചൊവ്വ. നെപ്റ്റ്യൂണിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 14.
നെപ്റ്റ്യൂണിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 14. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ചന്ദ്രൻ. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ചന്ദ്രൻ. സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പ്രധാനമായും വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഏതാണ് ആ ഗ്രഹം? യുറാനസ്. സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പ്രധാനമായും വില്യം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഏതാണ് ആ ഗ്രഹം? യുറാനസ്. ഒരു ഇംഗ്ലീഷ് കവിയുടെ കവിതയിൽ നിന്ന് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളായ ബെലിൻഡെ, ഏരിയൽ എന്നിവയ്ക്ക് പേര് ലഭിച്ചത് കവി ആരാണ്? അലക്സാണ്ടർ പോപ്പ്. ഒരു ഇംഗ്ലീഷ് കവിയുടെ കവിതയിൽ നിന്നാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളായ ബെലിൻഡ, ഏരിയൽ എന്നിവയ്ക്ക് പേര് ലഭിച്ചത്. കവി ഏതാണ്? അലക്സാണ്ടർ പോപ്പ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഫോബസ്? ചൊവ്വ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഫോബസ്? ചൊവ്വ. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ്. ചൊവ്വയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഡീമോസ്. ചൊവ്വയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഡീമോസ്. അമേരിക്കക്കാരനായ ഒരു വാന നിരീക്ഷകനാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് അസാഫ് ഹാൾ. അമേരിക്കക്കാരനായ ഒരു വാന നിരീക്ഷകനാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് അസാഫ് ഹാൾ. അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ വർഷം 1877. അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ വർഷം 1877. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഡീമോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്? വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്? വ്യാഴം. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 27. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 27. ഒരു ഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് ഈ ഗ്രഹം? വ്യാഴം. ഒരു ഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് ഈ ഗ്രഹം? വ്യാഴം. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യുറോപ്പ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെ? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യുറോപ്പ. ആരാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്? ഗലീലിയോ ഗലീലി. ആരാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്? ഗലീലിയോ ഗലീലി. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഉപഗ്രഹം കാലിസ്റ്റോ. വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഉപഗ്രഹം കാലിസ്റ്റോ. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹം അയോ. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹം അയോ. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യുറോഷ. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യുറോപ്പ. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം അയോ. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം അയോ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് പ്രോമെത്തീസ്? ശനി. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് പ്രോമെത്തീസ്? ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം റിയ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം റിയ. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ അകപ്പാളികളിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയവ ഏതൊക്കെ? എൻലാഡ്, ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ അകപ്പാളികളിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഏതൊക്കെ?
എൻസെലാഡ്, ടൈറ്റൻ. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈഗൻസ്. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈഗൻസ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ സാന്ദ്രതയേറിയ അന്തരീക്ഷമുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ സാന്ദ്രത ഏറിയ അന്തരീക്ഷമുള്ള ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിരാൻഡ? യുറാനസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിരാൻഡ? യുറാനസ്. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. ട്രിറ്റൺ ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. ഏതാണ് ഗ്രഹം? നെപ്റ്റ്യൂൺ. ട്രിറ്റൺ ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. ഏതാണ് ഗ്രഹം? നെപ്റ്റ്യൂൺ. ചിഹ്നഗ്രഹമായ പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഷാരൺ. ചിഹ്നഗ്രഹമായ പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഷാരൺ. ഷാരണിനെ കണ്ടെത്തിയതാരാണ്? ജെയിംസ് ക്രിസ്റ്റി. ഷാരണിനെ കണ്ടെത്തിയതാര്? ജെയിംസ് ക്രിസ്റ്റി. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ചന്ദ്രനുള്ളത്? 5. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ചന്ദ്രനുള്ളത്? 5. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം 38,400 കിലോമീറ്റർ. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം 38,400 കിലോമീറ്റർ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഏതാണ്ട് 1.26 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഏതാണ്ട് 1.26 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ചന്ദ്രൻ്റെ വ്യാസം എത്ര? ഏതാണ്ട് 3475 കിലോമീറ്റർ. ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ്? ഏതാണ്ട് 3475 കിലോമീറ്റർ. ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 1/6 അനുഭവപ്പെടും. ശരിയോ തെറ്റോ? ശരി. ചന്ദ്രൻ്റെ പ്രതലത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 1/6 അനുഭവപ്പെടും. ശരിയോ തെറ്റോ? ശരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയത് എന്നാണ്? 1969 ജൂലൈ 20. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയത് 1969 ജൂലൈ 20. ഭാർഗവി, ദയ എന്നീ നദികൾ ഇന്ത്യയിലെ ഏത് തടാകത്തെയാണ് ജലസമ്പന്നമാക്കുന്നത്? ചിൽക്ക തടാകം. ഭാർഗവി, ദയ എന്നീ നദികൾ ഇന്ത്യയിലെ ഏത് തടാകത്തെയാണ് ജലസമ്പന്നമാക്കുന്നത്? ചിൽക്ക തടാകം. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, ബീക്കൺ ദ്വീപ് തുടങ്ങിയവ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, ബീക്കൺ ദ്വീപ് തുടങ്ങിയവ ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിൽക്ക തടാകം. തണ്ണീർത്തട പ്രാധാന്യമുള്ള പ്രദേശങ്ങൾക്കായുള്ള റാംസാർ സൈറ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തടാകം ഏതാണ്? ചിൽക്ക തടാകം. തണ്ണീർത്തട പ്രാധാന്യമുള്ള പ്രദേശങ്ങൾക്കായുള്ള റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഒഡീഷയിലെ പ്രശസ്ത പക്ഷി സംരക്ഷണ കേന്ദ്രമായ നൽബാന ബേർഡ് സാങ്ച്വറി ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? ചിൽക്ക തടാകം. ഒഡീഷയിലെ പ്രശസ്ത പക്ഷി സംരക്ഷണ കേന്ദ്രമായ നൽബാന ബേർഡ് സാങ്ച്വറി ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ്? വേമ്പനാട്ട് തടാകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ്? വേമ്പനാട്ട് തടാകം. കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം? ദാൽ തടാകം.
കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം ദാൽ തടാകം. ദാൽ തടാകത്തിൽ വിശിഷ്യ ഉപയോഗത്തിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ കാശ്മീരിൻ്റെ സാംസ്കാരിക ചിഹ്നമായ ബോട്ട് ഏതാണ്? ഷിക്കാറ. ദാൽ തടാകത്തിൽ വിശിഷ്യ ഉപയോഗത്തിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ കാശ്മീരിൻ്റെ സാംസ്കാരിക ചിഹ്നമായ ബോട്ട് ഏതാണ്? ഷിക്കാറ. ദാൽ തടാകത്തിലെ ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാദ്. ദാൽ തടാകത്തിലെ ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാദ്. ദാൽ തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ജഹാംഗീർ തൻ്റെ പത്നിക്കായി ഒരുക്കിയ മുഗൾ ഗാർഡൻ ഏതാണ്? ഷാലിമാർ ബാഗ്. ദാൽ തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ജഹാംഗീർ തൻ്റെ പത്നിക്കായി ഒരുക്കിയ മുഗൾ ഗാർഡൻ ഏതാണ്? ഷാലിമാർ ബാഗ്. ചിന്നാർ മരത്തിൻ്റെ സാന്നിധ്യത്താൽ പ്രശസ്തമായ ചാർ ചിന്നാർ എന്നറിയപ്പെടുന്ന റോബാലങ്ക് ദ്വീപ് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. ചിന്നാർ മരത്തിൻ്റെ സാന്നിധ്യത്താൽ പ്രശസ്തമായ ചാർ ചിന്നാർ എന്നറിയപ്പെടുന്ന റോപ്പാലങ്ക് ദ്വീപ് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. ഏത് തടാകത്തെയാണ് പുരാണങ്ങളിൽ മഹാപദ്മസർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? വൂളാർ തടാകം. ഏത് തടാകത്തെയാണ് പുരാണങ്ങളിൽ മഹാപദ്മസർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? വൂളാർ തടാകം. 14-ാം നൂറ്റാണ്ടിലെ കാശ്മീർ ഭരണാധികാരിയായിരുന്ന സൈനുൽ അബ്ദിൻ വൂളാർ തടാകത്തിൻ്റെ നടുവിൽ നിർമ്മിച്ച കൃത്രിമ ദ്വീപ് ഏതാണ്? സൈനാലങ്ക്. 14-ാം നൂറ്റാണ്ടിലെ കാശ്മീർ ഭരണാധികാരിയായിരുന്ന സൈനുൽ അബ്ദിൻ വൂളാർ തടാകത്തിൻ്റെ നടുവിൽ നിർമ്മിച്ച കൃത്രിമ ദ്വീപ് സൈനാലങ്ക്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക് തടാകം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് തടാകം. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത്? മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എലിമെൻ്ററി സ്കൂൾ ആരംഭിച്ചത് ഏത് തടാകത്തിൽ? ലോക്തക് തടാകം. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എലിമെൻ്ററി സ്കൂൾ ആരംഭിച്ചത് ഏത് തടാകത്തിലാണ്? ലോക്തക് തടാകം. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. മണിപ്പൂരിൻ്റെ സംസ്ഥാന മൃഗത്തിൻ്റെ ഏക പ്രകൃതിദത്ത ആവാസ കേന്ദ്രമാണ് ലോക്തക്കിലെ കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ഏതാണ് ഈ മൃഗം? സംഗായി. മണിപ്പൂരിൻ്റെ സംസ്ഥാന മൃഗത്തിൻ്റെ ഏക പ്രകൃതിദത്ത ആവാസ കേന്ദ്രമാണ് ലോക്തക്കിലെ കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ഏതാണ് ഈ മൃഗം? സംഗായി. ഏത് ഇന്ത്യൻ നഗരമാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത്? ഉദയ്പൂർ. ഏത് ഇന്ത്യൻ നഗരമാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത്? ഉദയ്പൂർ. ജയ് നിവാസ് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഉദയ്പൂരിലെ താജ് ലേക്ക് പാലസ് ഏത് തടാകത്തിലാണ്? പിച്ചോല തടാകം. ജഗ് നിവാസ് എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഉദയ്പൂരിലെ താജ് ലേക്ക് പാലസ് ഏത് തടാകത്തിലാണ്? പിച്ചോല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് ജല തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പ് ജല തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള ഇന്ത്യൻ തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള ഇന്ത്യൻ തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട മഹാരാഷ്ട്രയിലെ തടാകം ഏതാണ്? ലോണാർ തടാകം. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട തടാകം ഏതാണ്? ലോണാർ തടാകം.
ലിറ്റിൽ ലോണാർ, ചോട്ടാ ലോണാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ബുൾധാന ജില്ലയിലെ തടാകം ആംബാർ തടാകം. ലിറ്റിൽ ലോണാർ, ചോട്ടാ ലോണാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ബുൾധാന ജില്ലയിലെ തടാകം ആംബർ തടാകം. ഉത്തരാഖണ്ഡിലെ ഏത് തടാകമാണ് സ്കെൽട്ടൺ തടാകം അഥവാ അസ്ഥി തടാകം എന്നറിയപ്പെടുന്നത്? രൂപകുണ്ട് തടാകം. ഉത്തരാഖണ്ഡിലെ ഏത് തടാകമാണ് സ്കെൽട്ടൺ തടാകം അഥവാ അസ്ഥി തടാകം എന്നറിയപ്പെടുന്നത്? രൂപകുണ്ട് തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ദ്വീപ് ഏത് തടാകത്തിലാണ്? ഹെബ്ബെ ഡോഡി തടാകം, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ദ്വീപ് ഏത് തടാകത്തിലാണ്? ഹെംബെഗോഡി തടാകം, ബാംഗ്ലൂർ. ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? സലീം അലി തടാകം. ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? സലീം അലി തടാകം. ഭോപ്പാലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യകാലത്ത് അപ്പർ ലേക്ക്, ബഡാ തലാബ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഫോജ് രാജാവിൻ്റെ സ്മരണ നിലനിർത്തുന്ന തടാകം ഏതാണ്? ഫോജ് താൽ. ഭോപ്പാലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യകാലത്ത് അപ്പർ ലേക്ക്, ബഡാ തലാബ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഫോജ് രാജാവിൻ്റെ സ്മരണ നിലനിർത്തുന്ന തടാകം ഏതാണ്? ഫോജ് താൽ. കൃഷ്ണ, ഗോദാവരി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു. കൃഷ്ണ, ഗോദാവരി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു. ഇന്ത്യയിലെ ആദ്യത്തെ പെലിക്കൺ ഫെസ്റ്റിവലിന് ആതിഥ്യം വഹിച്ച അടബക്ക പക്ഷി സങ്കേതം ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? കൊല്ലേരു. ഇന്ത്യയിലെ ആദ്യത്തെ പെലിക്കൺ ഫെസ്റ്റിവലിന് ആതിഥ്യം വഹിച്ച അടബക പക്ഷി സങ്കേതം ഏത് തടാകത്തിൻ്റെ ഭാഗമാണ്? കൊല്ലേരു. ഇബ്രാഹിം ഖുലി ഖുതബ് ഷാ നിർമ്മിച്ച ഏത് തടാകമാണ് സൂഫി സന്യാസിയായ ഹുസൈൻ ഷാ വാലിയുടെ സ്മരണ നിലനിർത്തുന്നത്? ഹുസൈൻ സാഗർ തടാകം. ഇബ്രാഹിം ഖുലി ഖുതബ് ഷാ നിർമ്മിച്ച ഏത് തടാകമാണ് സൂഫി സന്യാസിയായ ഹുസൈൻ ഷാ വാലിയുടെ സ്മരണ നിലനിർത്തുന്നത്? ഹുസൈൻ സാഗർ തടാകം. ഇരട്ട നഗരങ്ങളെന്ന് അറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗർ തടാകം. ഇരട്ട നഗരങ്ങളെന്ന് അറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗർ തടാകം. ഹൈദരാബാദ് നിസാമായിരുന്ന ഓസ്മാൻ അലി ഖാൻ്റെ പേരിലുള്ള ഏത് തടാകമാണ് ഗാന്ധിപ്പേട്ട് തടാകം എന്നുകൂടി അറിയപ്പെടുന്നത്? ഓസ്മാൻ സാഗർ തടാകം. ഹൈദരാബാദ് നിസാമായിരുന്ന ഓസ്മാൻ അലി ഖാൻ്റെ പേരിലുള്ള ഏത് തടാകമാണ് ഗാന്ധിപ്പേട്ട് തടാകം എന്നുകൂടി അറിയപ്പെടുന്നത്? ഓസ്മാൻ സാഗർ തടാകം. ഓസ്മാൻ സാഗർ തടാകത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മിർ ഉസ്മാൻ അലി ഖാൻ്റെ ഇളയ പുത്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ഹിമായത്ത് സാഗർ. ഓസ്മാൻ സാഗർ തടാകത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മിർ ഉസ്മാൻ അലി ഖാൻ്റെ ഇളയ പുത്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ഹിമായത്ത് സാഗർ. 60 തടാകങ്ങളുടെ നാട് എന്നർത്ഥത്തിൽ ചക്ത എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? നൈനിറ്റാൾ. 60 തടാകങ്ങളുടെ നാട് എന്നർത്ഥത്തിൽ ചക്ത എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശം നൈനിറ്റാൾ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശം നൈനിറ്റാൾ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശം നൈനിറ്റാൾ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൽവർതാൽ, ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൻവർതാൽ, ബീഹാർ. ആസാം ചീഫ് കമ്മീഷണറായിരുന്ന സർ വില്യം വാർഡിൻ്റെ സ്മരണാർത്ഥം കുതിരക്കുളമ്പിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട വാർഡ്സ് ലേക്ക് എവിടെയാണ്? ഷില്ലോങ്. ആസാം ചീഫ് കമ്മീഷണറായിരുന്ന സർ വില്യം വാർഡിൻ്റെ സ്മരണാർത്ഥം കുതിരക്കുളമ്പിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട വാർഡ്സ് ലേക്ക് എവിടെയാണ്? ഷില്ലോങ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഗുജറാത്തിലെ ഏത് തടാകത്തിൻ്റെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്? കങ്കാരിയ തടാകം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഗുജറാത്തിലെ ഏത് തടാകത്തിൻ്റെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്? കങ്കാരിയ തടാകം. ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ്? മേഘാലയ. ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ്? മേഘാലയ. ഏറെ വിശുദ്ധമായ രാജസ്ഥാനിലെ ഏത് തടാകമാണ് തീർത്ഥരാജ് എന്നറിയപ്പെടുന്നത്? പുഷ്കർ തടാകം. ഏറെ വിശുദ്ധമായ രാജസ്ഥാനിലെ ഏത് തടാകമാണ് തീർത്ഥരാജ് എന്നറിയപ്പെടുന്നത്? പുഷ്കർ തടാകം. സ്നേക്ക് മൗണ്ടൻ എന്നും അറിയപ്പെടുന്ന നാഗ് പഹാർ അജ്മീർ നഗരത്തെ ഏത് തടാകത്തിൽ നിന്നും വേർതിരിക്കുന്നു? പുഷ്കർ തടാകം. സ്നേക്ക് മൗണ്ടൻ എന്നും അറിയപ്പെടുന്ന നാഗ് പഹാർ അജ്മീർ നഗരത്തെ ഏത് തടാകത്തിൽ നിന്നും വേർതിരിക്കുന്നു? പുഷ്കർ തടാകം. ഏത് നഗരത്തെ സൗന്ദര്യവൽക്കരിക്കാൻ നിർമ്മിച്ച അപ്പർ ലേക്കിനെയും ലോവർ ലേക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാലമാണ് പുൽ പുഗ്ദ? ഭോപ്പാൽ. ഏത് നഗരത്തെ സൗന്ദര്യവൽക്കരിക്കാൻ നിർമ്മിച്ച അപ്പർ ലേക്കിനെയും ലോവർ ലേക്കിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാലമാണ് പുൽ പുഗ്ദ? ഭോപ്പാൽ. ഏത് തടാകത്തെയാണ് ശ്രീഹരിക്കോട്ട ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നത്? പുലിക്കാട്ട് തടാകം. ഏത് തടാകത്തെയാണ് ശ്രീഹരിക്കോട്ട ബംഗാൾ ഉൾക്കടലിൽ നിന്നും വേർതിരിക്കുന്നത്? പുലിക്കാട്ട് തടാകം. മൗണ്ട് അബുവിലെ ഏത് തടാകത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി 12 നിമജ്ജനം ചെയ്യുകയും ഗാന്ധിഗഡ് നിർമ്മിക്കുകയും ചെയ്തത്? നക്കി തടാകം. മൗണ്ട് അബുവിലെ ഏത് തടാകത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി 12 നിമജ്ജനം ചെയ്യുകയും ഗാന്ധിഘട്ട് നിർമ്മിക്കുകയും ചെയ്തത്? നക്കി തടാകം. ഡിംന, ജൂബിലി, ഹഡ്കോ തുടങ്ങിയ തടാകങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഡിംന, ജൂബിലി, ഹഡ്കോ തുടങ്ങിയ തടാകങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ശിവാലിക് കുന്നിൻ്റെ താഴ്വരയിൽ റോക്ക് ഗാർഡന് സമീപത്തായുള്ള ഏത് തടാകത്തിലാണ് ദ ഗാർഡൻ ഓഫ് സൈലൻസ് എന്ന ധ്യാന കേന്ദ്രമുള്ളത്? സുഖ്ന തടാകം. ശിവാലിക് കുന്നിൻ്റെ താഴ്വരയിൽ റോക്ക് ഗാർഡന് സമീപത്തായുള്ള ഏത് തടാകത്തിലാണ്? ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ. അതിനു മുമ്പ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ലോക മലാല ദിനമായി